ഇന്നൊരു ഹെൽത്തി പുഡിങ്, ബനാന പുഡിങ്. നമ്മുടെ നേന്ത്രപ്പഴമൊക്കെ വെച്ചിട്ട് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഒരു ബനാന പുഡിങ്ങിൻ്റെ റെസിപ്പിയാണ്. അപ്പം വൈകുന്നേരത്തെ ചായക്കായാലും അല്ലാതെയും നമുക്കിത് വെറുതെ കഴിക്കാവുന്നതാണ്. അപ്പം നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഒരു പുഡിങ് റെസിപ്പിയാണ്, ഹെൽത്തിയും കൂടെയാണ്. അപ്പം നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്ത് നോക്കിയിട്ട് എൻ്റെ ഫീഡ്ബാക്ക് അറിയിക്കുക. ഓക്കെ, അതിന് വേണ്ടിയിട്ട് നമ്മളിവിടെ 2 നല്ല അത്യാവശ്യ വലുപ്പത്തിലുള്ള നേന്ത്രപ്പഴം എടുത്തിട്ടുണ്ട് കേട്ടോ. അത് നമുക്ക് ഒരു ബൗളിലേക്ക് ചെറിയ ചെറിയ പീസസ് ആയിട്ട് കട്ട് ചെയ്തിട്ട് കൊടുക്കാം. നിങ്ങളുടെ കയ്യിൽ വേറെ ഇതല്ലാതെ വേറെ വല്ല പഴങ്ങളോ റോബസ്റ്റ പഴമോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഏത് പഴമായാലും എടുത്താൽ മതി. നിങ്ങൾ ഉണ്ടാക്കുന്ന ക്വാണ്ടിറ്റിക്ക് അനുസരിച്ചിട്ട് ഇതൊന്ന് അരിഞ്ഞെടുക്കുക. അതായത് മുട്ടയുടെ അളവൊക്കെ നിങ്ങളുടെ ആവശ്യത്തിനനുസരിച്ചിട്ട് കൂട്ടി കുറയ്ക്കുകയൊക്കെ ചെയ്യാം കേട്ടോ. ഇനിയിപ്പോൾ ഞാൻ 2 പഴം ഇവിടെ കംപ്ലീറ്റ് ആയിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട്. അതിലേക്ക് 3 മുട്ടയാണ് കേട്ടോ ഞാനിപ്പോൾ പൊട്ടിച്ചൊഴിക്കുന്നത്. 3 മുട്ട ആവശ്യമില്ലെങ്കിൽ 2 1 അങ്ങനെയൊക്കെ ചേർത്താൽ മതി. എന്നിട്ട് അതിലേക്ക് ഒരു 1/2 കപ്പ് പാൽ ഒഴിച്ചു കൊടുക്കുക. 1/2 കപ്പോ അല്ല 3/4 കപ്പോ പാൽ, ആ പഴത്തിന് ആവശ്യമായിട്ടുള്ള പാൽ ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് നമ്മൾ മധുരത്തിന് വേണ്ടി ഇവിടെ യൂസ് ചെയ്യുന്നത് മിൽക്ക് മെയ്ഡാണ്. മിൽക്ക് മെയ്ഡ് ഇല്ല എങ്കിൽ പഞ്ചസാര, ആവശ്യത്തിനുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കുക. ഒരു 2-3 ഡ്രോപ്പ് വാനില എസൻസും കൂടി ചേർത്തതിന് ശേഷം നമുക്ക് ഒരു പിഞ്ച് ഉപ്പും കൂടെ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. എന്നിട്ട് നന്നായിട്ട് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് നന്നായിട്ട് നല്ല ഫൈനായിട്ട് അരച്ചെടുക്കാം. നല്ല ഫൈനായിട്ട് അരച്ചു കൊടുക്കണം. അതിനിപ്പോൾ വെള്ളം ഇത്തിരി കുറവാണെന്ന് പാൽ ഇത്തിരി കുറവാണെന്ന് തോന്നുകയാണെങ്കിൽ ഇച്ചിരി കൂടെ പാൽ ഒരു 1/4 കപ്പും കൂടെ ഞാനിവിടെ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അത് നോക്കിയിട്ട് നിങ്ങൾ എടുക്കുന്ന ക്വാണ്ടിറ്റിക്ക് അനുസരിച്ച് ചെയ്യുക കേട്ടോ. എന്നിട്ട് നമുക്കിതൊന്ന് നന്നായിട്ട് അരച്ചെടുക്കാം. നല്ല ഫൈനായിട്ട് അരച്ചെടുക്കണം. ഞാനിവിടെ അരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് പുഡിംഗ് ട്രേയിലേക്ക് മാറ്റാം. കട്ടകളൊന്നും ഉണ്ടാവാൻ പാടില്ല. പെട്ടെന്ന് രാവിലെയൊക്കെ കുട്ടികൾക്ക് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റിയ ഒരു ഹെൽത്തി ആയിട്ടുള്ള ഒരു പുഡിങ്ങാണ്. ഞാനിപ്പോൾ ഒരു പുഡിംഗ് ട്രേയിൽ അല്പം ബട്ടർ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അത് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്ക് നമ്മുടെ ബാറ്റർ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. ഇതൊന്ന് ആവിയേറ്റി എടുക്കണം. നമ്മൾ ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ചിട്ടൊന്നുമല്ല കഴിക്കുന്നത്. ഇതൊന്ന് ആവിയിൽ വേവിച്ചെടുത്തിട്ടുള്ള ഒരു പുഡിങ്ങാണ്. അപ്പോൾ അതിൻ്റെ മുകളിൽ ഇത്തിരി മധുരം ഒന്ന് കുറവായതുകൊണ്ട് ഞാൻ കുറച്ചും കൂടി ഒരു ടീസ്പൂൺ മിൽക്ക് മെയ്ഡും കൂടെ അതിൻ്റെ മുകളിലേക്ക് ഒന്ന് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമുക്കിതൊന്ന് ആവി കയറ്റിയെടുക്കാം. അതിന് വേണ്ടിയിട്ട് ഞാൻ ഇത്തിരി വട്ടമുള്ള ഒരു പാത്രം എടുത്തിട്ട് ഒരു ഇച്ചിരി വെള്ളം, 1 കപ്പ് വെള്ളം അതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ മുകളിലേക്ക് ഒരു റിങ്ങോ വേറെ എന്തെങ്കിലും സംഭവം ഇറക്കി വെച്ചിട്ട് അതിൻ്റെ മുകളിലേക്ക് വേണം ഈ ഒരു ട്രേ വെച്ച് കൊടുക്കാനായിട്ട്. നന്നായിട്ട് വെള്ളം അതിന് മുകളിലേക്ക് ഒരു അടപ്പ് വെച്ചിട്ടോ അല്ല ഫോയിൽ പേപ്പറോ അങ്ങനെ എന്തെങ്കിലും വെച്ചിട്ടൊന്ന് കവർ ചെയ്ത് കൊടുക്കാം. അല്ലെങ്കിൽ അതിൻ്റെ വെള്ളം അതിലേക്ക് ഇറ്റി വീഴും. അപ്പോൾ അതിൻ്റെ മുകളിൽ വേറൊരു മൂടിയും വെച്ചിട്ട് ഞാനൊന്ന് അടച്ചു കൊടുക്കുന്നുണ്ട്. വെള്ളം നന്നായിട്ട് ചൂടായി കഴിഞ്ഞാൽ ഒരു 10 മിനിറ്റ് ഒന്ന് ആവി കയറ്റി എടുത്താൽ മതി. അപ്പോഴത്തേക്ക് നമ്മൾ പുഡിങ് റെഡി ആയിട്ടുണ്ടാവും. നമുക്കൊന്ന് നടുക്ക് സെൻട്രലായിട്ടൊന്ന് കുത്തി നോക്കുക. ഒട്ടിപ്പിടിക്കുന്നില്ല എങ്കിൽ നമ്മൾ പുഡിങ് ഓൾറെഡി സെറ്റായിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ചൂട് ആറിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതൊന്ന് കട്ട് ചെയ്തെടുക്കാം. നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ കട്ട് ചെയ്തെടുക്കാം. ഇതിപ്പോൾ ഞാൻ ചൂട് കംപ്ലീറ്റ് പോകുന്നതിന് മുമ്പാണ് ഇപ്പോൾ കട്ട് ചെയ്ത് കാണിക്കുന്നത്. അപ്പോൾ തന്നെ നല്ല സോഫ്റ്റായിട്ട് വരുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ചൂട് കംപ്ലീറ്റ് പോയതിന് ശേഷം കട്ട് ചെയ്തെടുക്കുക. ഇഷ്ടമുള്ള ഷേപ്പിൽ കട്ട് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. നമ്മൾ ഹെൽത്തി പുഡിങ് റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ. താങ്ക് യു.